2016 ഹോളിവുഡിൽ പുറത്തിറങ്ങിയ ഹാങ് ഓവർ സീരീസിൻ്റെ ഡയറക്ടറായ ടോഡ് ഫിലിപ്പ് എഴുതി സംവിധാനം ചെയ്ത ഒരു ഡാർക്ക് കോമഡി ക്രൈം ഫിലിം പരിചയപ്പെടുത്താനാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. സിനിമ മറ്റൊന്നുമല്ല, മൈലർ ടെല്ലർ, ജോനാ ഹിൽ, അനാ ഡെ അർമാസ് എന്നിവർ അഭിനയിച്ച വാർ ഡോഗ്സ്. സിനിമയുടെ പ്ലോട്ട് വളരെ സിമ്പിളാണ്. 2005 ഫ്ലോറിഡയിലാണ് കഥ നടക്കുന്നത്. ഡേവിഡ് പക്കൂസ് എന്ന മൈൽ ടെല്ലർ അവതരിപ്പിച്ച കഥാപാത്രം തൻ്റെ ഭാര്യയുമൊത്ത് സുഖമായി ജീവിക്കുന്നതിന് വേണ്ടി ഇഷ്ടമല്ലാതിരുന്നിട്ട് കൂടി ഒരു മസാജ് തെറാപ്പിസ്റ്റായി ജോലി ചെയ്യുകയാണ്. പണത്തിനായി നെട്ടോട്ടമോടുന്ന ഡേവിഡ് യാദൃച്ഛികമായി തൻ്റെ ബാല്യകാല സുഹൃത്തായ എഫ്രൈം ഡെയ്വറോളിയെ കണ്ടുമുട്ടുന്നു. ഇതോടുകൂടി ഡേവിഡിൻ്റെ ജീവിതം എന്നേക്കുമായി തലകീഴായി മറിയുകയാണ്. ആഡംബര ജീവിതം നയിക്കുന്ന എഫ്രൈമിൻ്റെ ജീവിത രീതികളിൽ ആകൃഷ്ടനാകുന്ന ഡേവിഡ് ഒടുവിൽ എഫ്രൈമിൻ്റെ കൂടെ കൂടും. അതിനെ തുടർന്ന് അവർ ഒരു ആയുധ കച്ചവട ബിസിനസ് തുടങ്ങുകയും അതിൻ്റെ വിജയത്തിനായി ചെയ്യുന്ന നിയമവിരുദ്ധ പ്രവർത്തനങ്ങളുമാണ് സിനിമയുടെ ഇതിവൃത്തം. ഒരു കോമഡി മൂഡിലാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. പൊട്ടിച്ചിരിക്കാനുള്ള ഒരുപാട് മുഹൂർത്തങ്ങൾ സിനിമയിലുടനീളമുണ്ട്. ഡേവിഡിൻ്റെ ഭാര്യയുടെ കഥാപാത്രമാണ് അനാ ഡെ അർമാസ് അവതരിപ്പിച്ചിരിക്കുന്നത്. അനാ ഡെ അർമാസിനും സിനിമയിൽ വലിയ പങ്ക് വഹിക്കാനുണ്ട്. ഇതുകൂടാതെ ആയുധം കടത്താനും മറ്റും എഫ്രൈമും ഡേവിഡും ഒക്കെ നടത്തുന്ന യാത്രകൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അവർ പല രാജ്യങ്ങളിലേക്ക്, പല ഭാഷയിലേക്ക് ഇതിനു വേണ്ടി അവർ യാത്രകൾ നടത്തുന്നുണ്ട്. മാത്രമല്ല, ഇടയ്ക്ക് ഹാങ് ഓവർ സീരീസിൽ ഫിൽ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച ബ്രാഡ്ലി കൂപ്പറും ഒരു സ്പെഷ്യൽ അപ്പിയറൻസ് നടത്തിയിട്ടുണ്ട്. പുള്ളിയും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മിസ്റ്റീരിയസ് ക്യാരക്ടറാണ് ഈ സിനിമയിൽ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ബോക്സ് ഓഫീസിലേക്ക് വന്നാൽ 40 മില്യൺ ബഡ്ജറ്റിലാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത്. ഏകദേശം $80 മില്യൺ ഇത് ബോക്സ് ഓഫീസിൽ കളക്ട് ചെയ്തിരുന്നു. അന്നത്തെ വലിയൊരു വിജയമായിരുന്നു ഈ സിനിമ. എൻജോയ് ചെയ്ത് കണ്ട നല്ല സ്റ്റൈലിഷ് മേക്കിങ്ങിലുള്ള ഒരു ഡാർക്ക് ഹ്യൂമർ ഫിലിം കാണാൻ താല്പര്യമുള്ളവർക്ക് കണ്ടു നോക്കാവുന്നതാണ്. ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആണ്.